ഭയങ്കര സ്പീഡിലാണ് വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു ഞങ്ങൾ ഈ വളവിൽ നിൽക്കുക. ചേട്ടാ അവിടെ വളവിൽ നിന്നവരൊക്കെ അറിയാമെങ്കിൽ ചോദിച്ചാൽ സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു മോശം അനുഭവത്തിനെ പറ്റി പറയാനാണ് കേട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇടാം. ഞങ്ങൾ ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എൻ്റെ വണ്ടിയുടെ നമ്മുടെ ഫയർബ്ലേഡിൻ്റെ സീറ്റ്സ് ഞാൻ കസ്റ്റം ചെയ്യാൻ കൊടുത്തേക്കുമായിരുന്നു. സോ ആ സീറ്റ്സ് കസ്റ്റം ചെയ്ത് തിരിച്ച് കിട്ടിയിട്ട് ഞാൻ ഇന്നാണ് ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ജസ്റ്റ് വെളിയിലോട്ട് പോയതാണ്. കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് പോയത്. സോ അങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വളവിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഈ കുറേ ആൾക്കാർ, കുറച്ച് പ്രായമുള്ള എനിക്കൊന്നൊരു മിഡിൽ ഏജും കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ ചാടി ഫ്രണ്ടിലോട്ട് വന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് നേരെ ഡയറക്റ്റ് തെറിവിളിയായിരുന്നു. നിർത്തറ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തെറി വിളിച്ച കൂട്ടത്തിലാണ് ഞാനിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഗോപ്രോ തെറിച്ച് താഴെ പോയി. അപ്പോൾ ഈ ഗോപ്രോ ഇവർ കൈവശപ്പെടുത്തിയിട്ട് ഇവർ പിടിച്ചു വെച്ചിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. ഭയങ്കര തെറിവിളിയാണ് വിളിച്ചത്, നല്ല രീതിക്ക് തെറി വിളിച്ചു. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ കാണുക. വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളെ ഞാൻ കാണിക്കുന്നുള്ളൂ, കാരണം ഒരുപാട് അതിനകത്ത് തെറിവിളികളാണ് കൂടുതലായിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഫുള്ളായിട്ട് ഇന്നത്തെ വീഡിയോ കാണുക. ക്യാമറ ഇത് കിട്ടി പോലീസിനെ വിളിച്ചു എന്തുവാണ് ഈ കാണിക്കുന്നത്? ഇതിനകത്ത് വെച്ചോണ്ടാവും എടുത്തോണ്ട് പോകുന്നത്. ഫോട്ടോ അടി കൂടെ എടുക്കുമായിരുന്നു. സ്പീഡില്ല ഞങ്ങൾ മേടിച്ചോ, സാധനം മേടിച്ചോ. മറ്റവനെ വിളിച്ചു, അവനെ വന്നപ്പോ താഴോട് നിൽക്കണമെന്നല്ലോ. ഈ സ്പീഡിൽ പോകുന്ന ആയിക്കോട്ടെ, തന്നേക്കാം, സാധനം തന്നേക്കാം. ഭയങ്കര സ്പീഡിലാണ് വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു ഞങ്ങൾ ഈ വളവിൽ നിൽക്കുക. ചേട്ടാ അവിടെ വളവിൽ നിന്നവരൊക്കെ അറിയാമെങ്കിൽ ചോദിച്ചാൽ സൗണ്ട് ഉണ്ട്, സൂപ്പർ വായിക്കാം. അവിടെ ഈ വഴിക്കുള്ളവരോട് എല്ലാവരോടും ചോദിച്ചു എങ്ങനെയാ വന്നേ. നിങ്ങളിപ്പോൾ എന്തായാലും ആ വീഡിയോ മൊത്തത്തിൽ കണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിനകത്ത് കുറച്ച് ക്ലിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, കാരണം ഏകദേശം 31 മിനിറ്റോളം ക്യാമറ റെക്കോർഡിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന് ആ ഗോപ്രോ താഴെ വീണ് അവരത് പിടിച്ചുകൊണ്ട് വെക്കുമ്പോൾ അവരത് റെക്കോർഡ് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. ആ സമയത്തൊക്കെ നല്ല തെറിവിളിയാണ്, നല്ല രീതിയിൽ തെറിവിളിയാണ്. അപ്പം ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ആ സമയത്ത് ഞാനാണെങ്കിലും ആദ്യം എനിക്ക് ദേഷ്യം വന്നു, പക്ഷേ ഞാൻ പ്രതികരിക്കാം. കൂടുതൽ അങ്ങോട്ട് കയറി അവരായിട്ട് ചൊറിയാൻ നിൽക്കാൻ എൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ വണ്ടിയിൽ ഇവരെന്തെങ്കിലും ചെയ്താൽ, ഇപ്പോൾ നാട്ടുകാർ എന്തെങ്കിലും ചെയ്താൽ, ഞാൻ നാട്ടുകാരെന്ന് പറയുന്നില്ല, പർട്ടിക്കുലർ ആൾക്കാർ അവർ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാസ്ക് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഇവർ എന്തെങ്കിലും ചെയ്താൽ, ഇൻ എ സെൻസ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഈ ഒരു റൈഡേഴ്സിനോടുള്ള ഒരു ഹെയ്റ്റ് നടക്കുന്നൊരു ടൈമിൽ, ഇത് എല്ലാ തവണയും കഴിഞ്ഞ വർഷം ഇതുപോലെയൊക്കെ നടന്നിട്ടുള്ളതാണ് ഈ ഒരു ഹെയ്റ്റ്. അതുപോലെ ഒരു ടൈമാണ് ഇപ്പോഴും ഹെയ്റ്റ് നടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ
ഇതിന് കാരണം ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ റീൽസിൽ അങ്ങനെ ചെയ്തെന്നൊക്കെ പറയും. ഞാനതൊന്നും അവരെ കുറ്റപ്പെടുത്താനോ ന്യായീകരിക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതാണ് മീൻസ് ആൾക്കാർ അതൊരു ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി അതിൽ ഈ ആൾക്കാർ പ്രതികരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മുതലെടുക്കുവാണ് സത്യം പറഞ്ഞാൽ. ഇവർക്ക് പിള്ളേർ വണ്ടി എടുത്തുകൊണ്ട് വെളി ഇറങ്ങിയാൽ തന്നെ പ്രശ്നം എന്നുള്ള രീതിയിൽ കാണുന്നതാണ്. അവർ പറയുന്നതിനകത്തുള്ള ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റേസിംഗ് ആയിരുന്നു എന്നാണ്. ഞാൻ വരുന്നതോ ഒന്നും അവർ കണ്ടിട്ടില്ല, ജസ്റ്റ് സൗണ്ട് മാത്രം കേട്ടു, അല്ലാതെ അവർ ഞങ്ങളെ കണ്ടിട്ടില്ല വരുന്നത്. എൻ്റെ ഗോപ്രോയിൽ കറക്റ്റാണ് അതിന് വരുന്നുള്ള വിഷ്വൽസ് എല്ലാം 50 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലാണ് ഞാൻ ആ വഴി വന്നത്. കാരണം ഫ്രണ്ടിൽ എൻ്റെ കൂട്ടുകാർ ഡ്യൂക്ക് 200-ൽ വീഡിയോ എടുക്കുവാണ്. ആ സമയത്ത് ഞാൻ അത്രയും 100 150 പോകാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാനിപ്പോൾ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിടന്ന് സ്പീഡിൽ പോയിട്ട് എന്നിട്ട് അവർക്ക് എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചാൽ അത് കുഴപ്പമില്ല. പക്ഷെ അവർ കയറി ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിന് മെയിൻ കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബൈക്കേഴ്സിനോടുള്ള ഈ ഒരു ടൈമിലുള്ള ഒരു ഹെയ്റ്റാണ്. ഇതിന് ഒരു കാരണത്തിൽ ഒരു രീതിയിൽ ഞാൻ ഇവരെ ഇപ്പോഴത്തെ ഈ പിള്ളേർ ഈ റാഷായിട്ട് ഓടിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓടിച്ച് ആക്സിഡൻസ് മനഃപൂർവ്വം ആക്സിഡൻസ് ഉണ്ടാക്കുന്ന കേസസുകളൊക്കെ ഞാൻ അവരാരും ന്യായീകരിക്കുമല്ല. പക്ഷേ ഈ ഒരു സാധനം മാത്രം ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇപ്പം മീഡിയാസ് തന്നെ അവർക്ക് കൂടുതൽ വ്യൂസ് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവരുടെ ന്യൂസ് അവറിന് കൂടുതൽ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ ബൈക്കേഴ്സ് അത് അതിനെ കുറച്ചുകൂടെ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് പറയുന്ന കുറേ പ്രവണതയുണ്ട്. ഇതേ സമയം നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, കുറച്ച് നാളായി ആ ടൈമിൽ ഒരു KSRTC ബസ് 2 ബൈക്കുകാരെ ഒരു ബൈക്കിൽ പോയവരെ ഇടിച്ച് ഇങ്ങനെ ചതച്ച് അവർ മരിച്ചായിരുന്നു, വണ്ടി തട്ടി അവർ മരിച്ചായിരുന്നു. KSRTC-കാരൻ്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക്. അത് പ്രോപ്പറായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബൈക്കേഴ്സിന് ഈ ഹെയ്റ്റ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പിള്ളേരെല്ലാം ഈ ഇൻസ്റ്റാഗ്രാം ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് പോകുന്നതും അല്ലെ വളച്ചിട്ട് ബീജിമൊക്കെ ഇട്ട് അങ്ങ് ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം മാത്രം എടുത്തിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് ഒരിക്കലും നമ്മുടെ റോഡിൽ ബൈക്കേഴ്സ് എല്ലാം നല്ല പ്രോപ്പറായിട്ടാണ് ഓടിക്കുന്നത്, അല്ല എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഓടിക്കുന്നത് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതേ സമയം ബൈക്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും ചിലപ്പോൾ കാറിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതൊന്നും വീഡിയോ ആയിട്ടൊന്നും ആരും എടുക്കുന്നില്ല. കാരണം കാറിൽ അങ്ങനെ വീഡിയോസോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചിലപ്പോൾ എടുത്തൊന്നും വരുന്നില്ല. ഇതൊന്നും അങ്ങനെ വലിയതായിട്ട് ഹൈലൈറ്റ് ചെയ്യാതെ ബൈക്കേഴ്സിൻ്റെ മണ്ടയ്ക്കോട്ട് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഹേറ്റ് ക്യാമ്പയിൻ പോലത്തെ സെറ്റപ്പാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന് ഞാൻ പറയാൻ കാരണം ഞാൻ ഇത്ര നാളും ഇതിനെപ്പറ്റി പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ ഞാൻ പോയിട്ടില്ല. ബിക്കോസ് എനിക്കിത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ഇതുപോലെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വന്നും പോയി, അതിനകത്ത് കുറേ ആൾക്കാർ ക്യാമ്പയിൻ ഉണ്ടാക്കി അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്. അപ്പോൾ എനിക്കിതിൽ ഒന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. കാരണം എല്ലാവരും ആവശ്യമുള്ള കുറേ ആൾക്കാർ ഇത് എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ റോഡ്സ് അല്ലെങ്കിൽ നമ്മുടെ റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിനകത്ത് റിസ്ക് ഫാക്ടർ ഉണ്ട്. അത് പ്രത്യേകിച്ച് ബൈക്കിൽ പോകുന്നവർക്ക് റിസ്ക് ഫാക്ടർ ഉണ്ട്. നമ്മുടെ റോഡുകളിൽ എപ്പോഴും റിസ്ക് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. ആ റിസ്ക് അനുസരിച്ച് തന്നെ ആ റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബൈക്കുള്ളവരൊക്കെ ഓടിക്കുന്നത്. ഇപ്പോൾ ചില സമയത്ത് കാറാണ് എപ്പോഴെങ്കിലും കൺട്രോൾ കിട്ടാതെ പോകുന്നവരുണ്ട്. മനഃപൂർവ്വം ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നവരല്ല ഞാൻ പറയുന്ന പല മിസ്റ്റേക്കുകൾ. ഇപ്പോൾ സ്പീഡിൽ പോകാതെ തന്നെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന പല കേസസുകളുണ്ട് പതുക്കെ പോയാലും. പക്ഷെ അതൊക്കെ ആൾക്കാർ ഇൻ എ സെൻസ് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പോലും ആൾക്കാർ ബൈക്കാരുടെ മണ്ടയ്ക്കേ കുറ്റം വരുന്നുള്ളൂ. ആ ഒരു നിലയിലോട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പബ്ലിക് അങ്ങനെ ഒരു നിലയിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചിന്തിക്കുക വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നത് ഞാനും ഫ്രണ്ട്സും ഇങ്ങനെ പോവാണ്. ഒരു വളവിൻ്റെ അവിടെ വെച്ച് ഇവർ ചാടി കയറി ഫ്രണ്ടിലോട്ട് നിർത്തണമൈ എന്നുള്ള രീതിയിൽ തെറി വിളിക്കുകയാണ്. ഞങ്ങളെ ഒന്നും മിണ്ടുന്നില്ല, ഞങ്ങൾ അവരായിട്ട് ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ വഴി പോകുന്നവരെ കയറി തെറി വിളിക്കുകയാണ് ഇവർ നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഗോപ്രോ തെറിച്ചു പോയി. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ വെറുതെ പോകുന്ന ഒരാളെ കയറി തെറി വിളിച്ചത് നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നു. ഞാൻ തിരിച്ച് തെറി വിളിക്കാന്നുള്ള രീതി തന്നെയാണ് ഞാൻ തിരിഞ്ഞത്. അപ്പോഴാണ് എൻ്റെ ഗോപ്രോ പോയി ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇവിടെ ഇപ്പോൾ ഈ വഴി സ്പീഡിൽ പോയിട്ടില്ല, ഞങ്ങളിപ്പോൾ വരുന്നേ ഉള്ളൂ, ഞങ്ങളല്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത് പറയല്ലേ. ഞാൻ കാര്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ആ സമയത്തൊക്കെ എത്രത്തോളം നിങ്ങളത് ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. ഞാനിട്ട് പറയും ചെയ്ത് സമാധാനത്തോടെ പോകുന്ന ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നത്? അപ്പോൾ ഇവർ ഫുള്ള് തെറിവിളിയാണ്. തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. പോലീസിനെ വിളിക്കും. ഞാൻ പറഞ്ഞു പോലീസിനെ വിളിച്ചോ. പോലീസ് വന്നാലും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇതായിരിക്കും, എൻ്റെ പേര് നാളെ കേസ് വരും. എന്തിനാ ആഡംബര ബൈക്കിൽ അല്ലെങ്കിൽ ന്യൂസിൽ നാളെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡംബര ബൈക്കിൽ പിള്ളേർ റേസ്. നാട്ടുകാർ പറയും ഇവന്മാർ അങ്ങനെ റേസ് ആയിരുന്നു, ഇവന്മാർ ഭയങ്കര സ്പീഡിലായിരുന്നു എന്നൊക്കെ പറയും നാട്ടുകാർ. അങ്ങനത്തെ ഒരു നിലയിലോട്ട് വന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി കണ്ടവർക്കറിയാം,
ഞാൻ ഒരു സമാധാനമായിട്ടൊരു വ്ളോഗ് എടുക്കാനാണ് പോയത്. ഞാൻ എൻ്റെ സീറ്റ് വന്നു, ആ വണ്ടിക്ക് ആ സീറ്റ് വെച്ച് ഞാൻ ഒരു ജസ്റ്റ് കാഷ്വലായിട്ട് ഒരു വ്ളോഗ് എടുക്കാൻ പോയ ഞാനാണ്. ഞാൻ ഈ ഒരുമാതിരി കോൺട്രവേഴ്സി ആയിട്ടോ ഒന്നും സംസാരിക്കാനോ അല്ല ഒരു പ്രശ്നത്തിനോ ഒരാൾക്കാരായിട്ടും പ്രശ്നത്തിന് പോവാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി സമാധാനത്തിൽ പോവാണ്. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് എനിക്ക് തോന്നുന്നു അതും കൂടെ ഒരു ഇതായിട്ട്. പിന്നെ ഫ്രണ്ടിൽ പോയ ആൾ മൊബൈലിൽ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഇതായത്. ഞാൻ നാട്ടുകാരെ പൂർണ്ണമായിട്ടും എല്ലാവരെയും ഒന്നും ഞാൻ കുറ്റം പറയുന്നത്, ആ പർട്ടിക്കുലർ കുറച്ച് ആൾക്കാർ അവർ കാണിച്ചത് ഭയങ്കര ഒരു മോശം കാര്യമാണ്. പക്ഷേ ഇൻ എ സെൻസ് നമുക്കാരും സപ്പോർട്ട് ചെയ്യത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഞാൻ പറയാം തിരിച്ച് പൊട്ടിക്കുക, അടിക്കുക, പിടിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുവാണ്. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് മേടിച്ച ഒരു വണ്ടിയാണ് എൻ്റെ ഈ CBR ഫയർബ്ലേഡ്. അപ്പോൾ ഈ ഒരു ഫയർബ്ലേഡ് അല്ലെങ്കിൽ ഈ ഒരു വണ്ടി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ഞാൻ കാരണമാണ് അവർ ഫോട്ടോഷൂട്ടിന് വന്നത്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ടാണ് അവർ വന്നത്. അവരുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ. നാട്ടുകാരാണ് അവർ ആ ഒരു ഇൻറ്റൻഷൻ പെട്ടെന്ന് എൻ്റെ ഗോപ്രോ തല്ലി താഴെ പൊട്ടിച്ചാലോ. ഇതൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ഓടുവാണ്. അപ്പം ഞാൻ അതിൽ ആ ഒരു രീതിയിൽ നമ്മുടെ കുറച്ച് കൺട്രോൾ ചെയ്ത് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴും ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ ഫുള്ള് തെരുവിളി എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നമ്മുടെ അനന്തും ആഷിക്കുമായിരുന്നു. അപ്പോൾ അനന്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോക്കോ അവർ മേടിച്ചുകൊണ്ട് വന്നാലും. കാരണം എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, അതിന് ഒരുപാട് പൈസയാവും എനിക്ക് ചിലവഴിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. കാരണം അവരെന്നോട് പറഞ്ഞത് ബ്രോ എങ്ങ് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അവരാണ് അവിടെ ഇരുന്ന് സംസാരിച്ചത്. അവർ സംസാരിച്ചൊക്കെ ഞാൻ പിന്നെ ഗോപ്രോയിലാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ഞങ്ങൾ സ്പീഡിലല്ല പോയത് എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. അവരതൊന്നും നോക്കുന്നില്ല. ബൈക്കാണല്ലോ, പിള്ളേർ വീഡിയോ എടുത്തല്ലോ, റേസാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് പറയുന്നുണ്ട് എന്താ ഞങ്ങൾ ആൾക്കാരെ കൊല്ലാൻ നടക്കുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മടുത്തു, നല്ല രീതിയിൽ മടുത്തു. ഗ്രാമത്തിലോട്ടോ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലോട്ടൊക്കെ വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല നമുക്ക്. ഇന്ന് എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷനായി. നാളെ വരെ എന്നെ മീൻസ് എനിക്ക് നേരെ കല്ലെറിഞ്ഞാലോ, അല്ലെങ്കിൽ എന്നെ പിടിച്ച് അടിക്കാൻ വന്നാലോ, അല്ലെങ്കിൽ വണ്ടി അവിടെ ഇരിക്കുമോ, ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി വെക്കുക, വണ്ടിയിൽ എന്തെങ്കിലും ചെയ്താലോ. ചില മീഡിയാസിലൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ പ്രതികരിക്കണം എന്നൊക്കെ പോലീസ് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ ആൾക്കാർക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ അറിയത്തില്ല. പോലീസിനെ വിളിക്കാൻ അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പോലീസിനെ വിളിക്കാൻ. കാരണം നമുക്ക് എന്തെങ്കിലും ഇവർ ഈ കൂട്ടം കൂടി നമ്മളെന്തെങ്കിലും ചെയ്താലോ. ഇതൊക്കെയാണ് ഇപ്പം സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. വെറുതെ പോയാൽ ഞങ്ങളെ കയറി തെറി വിളിക്കുന്നത്. ഈ വന്ന ചേട്ടന്മാരാരും ഹെൽമെറ്റും ഇല്ലായിരുന്നു, ഹെൽമെറ്റ് വെക്കാതായിരുന്നു പുറകിരുന്നതെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, കറക്റ്റ് ഞാൻ നോക്കില്ല. ഹെൽമെറ്റും മാസ്കും ഇല്ലായിരുന്നു, വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇടയ്ക്ക് ഒരു വീഡിയോ പറയുന്നുണ്ട് സാധനം എടുത്തു പോകുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് പുള്ളിക്കാരൻ. വെള്ളവുമായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചേട്ടന്മാർ നാട്ടുകാരൊക്കെ വന്നിട്ടും അവർ വലിയായിട്ടൊന്നും നമ്മുടെ അടുത്തൊന്നും മോശമായിട്ടൊന്നും പെരുമാറിയത്. പക്ഷെ ഈ ഒരു 3-4 പേര് ഭയങ്കര മോശമായിട്ടാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ ചെയ്തത് ഒന്നും തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ആ ഒരു സംഭവത്തിനിടയ്ക്ക് ഞാൻ സ്പീഡിൽ പോവാത്ത ആളെന്നൊന്നുമല്ല, ഞാൻ സ്പീഡിൽ പോകാറുണ്ട്. ഓപ്പൺ റോഡ്സ് കിട്ടുമ്പോൾ സ്പീഡിൽ പോകാറുണ്ട്, ഹൈവേസിൽ സ്പീഡിൽ പോകാറുണ്ട്. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വല്ല തമിഴ്നാട്ടിലോട്ടൊക്കെ പോയി അവിടെ ഒന്നും ചെയ്യാറുണ്ട്. ഇൻ എ സെൻസ് ഞാൻ പറയുവാണ്, ഇന്ത്യയിലെ ആക്സിഡൻറ്റ്സ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. കേരളത്തിൽ നടക്കുന്ന പോലെ തന്നെ തമിഴ്നാട്ടിലും വേറെ പല സ്ഥലങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലൊന്നും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ റേസ് ഒന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. ഇത് നല്ലതല്ലെന്നല്ല, ഇത് പ്രത്യേകിച്ച് ഇതിൽ ഗവൺമെൻറ്റിൻ്റെ സേഫ്റ്റി അങ്ങനെ ഒരു സംഭവമാണോ ഇവർ ഉദ്ദേശിക്കുന്നത്, അതോ കൂടുതൽ ആൾക്കാരെ പിടിച്ച് ഫൈൻ ഉണ്ടാക്കുക, ഇതൊക്കെയാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതായിട്ട് ഇവരുടെ ഒരു ഉദ്ദേശശുദ്ധി എന്നൊക്കെ പറയത്തില്ലേ, ഉദ്ദേശശുദ്ധി അത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് ബൈക്കേഴ്സ് എല്ലാവരും. ഇത് ഞാൻ ഈ വീഡിയോയുടെ സ്റ്റോറിയൊക്കെ നമ്മുടെ ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴത്തേക്കും അപ്പോഴും കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ബ്രോ എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം വരുന്നുണ്ട്, ഗോപ്രോ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രശ്നം വരുന്നുണ്ട്. ഇത് പണ്ടും നമ്മൾ ഫേസ് ചെയ്തതാണ്, പക്ഷെ ഇപ്പോൾ അത് വീണ്ടും അതിൻ്റെ ഡബിൾ ഇരട്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. മീഡിയാസിൻ്റെ ഒക്കെ ഈ ഒരു നമ്മളെ അറ്റാക്ക് ചെയ്യുന്നൊരു സംഭവമില്ലേ, അതൊക്കെ ഒന്ന് കുറച്ച് ആൾക്കാർക്ക് ന്യൂസായിട്ട് തന്നെ കൊടുക്കുക. അതിലൊന്നും പറയുന്നില്ല, പക്ഷേ ഈ എക്സാഗ്രേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നത് ഇതാണ്. പിന്നെ ഈ റീൽസ് ഇടുന്ന ആൾക്കാരും ഒക്കെ കുറച്ചെങ്കിലും അങ്ങനത്തുള്ള ആക്സിഡൻറ്റ് വീഡിയോസൊക്കെ ഒന്നും റീൽസ് ഇട്ട് ചെയ്യാതിരിക്കുക. എന്തായാലും നമ്മുടെ ചാനലിൽ ഇനിയും അടുത്ത വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇനിയിപ്പോൾ നമ്മുടെ CBRൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആണ്. ഞാൻ എന്തായാലും തമിഴ്നാട്ടിലോട്ടുള്ള ഒരു റൈഡ് പ്ലാൻ ഉണ്ട്. തമിഴ്നാട് റോഡ്സൊക്കെ അപ്പോൾ അറിയാമല്ലോ, ആ റോഡ്സൊക്കെ അടിപൊളിയാണ്, നല്ല സൂപ്പർ റോഡ്സൊക്കെയാണ്. അപ്പോൾ അവിടോട്ടൊന്ന് പോയി ഒരു റൈഡൊക്കെ നമ്മുടെ വണ്ടിയുടെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. അപ്പോൾ തമിഴ്നാട് റൈഡ് എന്തായാലും കാണും. അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ലാസ്റ്റ് വോയേജർ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്.